ശ്രീ പത്മനാഭൻ, ഒരു ബി ജെ പിയുടെ ഗവർണർ പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നതെന്നും അതിനേറ്റൊരു വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്നുമുള്ള അഭിപ്രായത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? കാരണം ഗവർണർ എന്ന് പറയുന്നത് ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധി കൂടിയാണ്. അങ്ങനെ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സംസ്ഥാന സർക്കാരിന് ഉടക്കിട്ട് നിൽക്കുന്ന, തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പഞ്ചാബിൽ വന്നപ്പോൾ തന്നെ സുപ്രീം കോടതി പറഞ്ഞു, ഈ ശാസിച്ചു, സുപ്രീം കോടതി ഉപദേശിച്ചു, ഭരണഘടനാ വ്യവസ്ഥകൾ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ഇവിടെ തമിഴ്നാടിന്റെ കേസിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളിലെ പ്രതിനിധിയായി നിൽക്കുന്ന ഗവർണർമാരെ രാഷ്ട്രീയ താല്പര്യത്തിനായി ഉപയോഗിക്കുന്നു എന്ന വിമർശനം നേരിടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഗവർണർ പൊളിറ്റിക്സിനേറ്റ തിരിച്ചടിയല്ലേ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവ്? അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഒക്കെ ഒരുമിച്ചിരുന്ന് അനൗദ്യോഗികമായി ചർച്ച നടത്താൻ ഒരുക്കിയ അവസരം അത് മാസപ്പടി കേസ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അത് വിശ്വസിക്കേണ്ടി വരില്ലേ? അങ്ങനെയൊന്നുമല്ല. കേരളത്തിലാവട്ടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലാവട്ടെ നിശ്ചയിക്കപ്പെടുന്ന ഗവർണർമാർ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരാണ്. അവർ കേന്ദ്ര സർക്കാർ പറയുന്നത് കേട്ട് ദൈനംദിനം പ്രവർത്തിക്കുന്നവരല്ല. അവർക്ക് ഭരണഘടന അവരുടേതായ അവകാശങ്ങൾ, അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അവരെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. അത് മുൻപും വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവർണറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി അത് തിരുത്തുമ്പോൾ ഭാവിയിൽ അതൊരു പാഠപുസ്തകമാണ്, അല്ലെങ്കിൽ അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാവുമ്പോൾ, വ്യാഖ്യാനമാകുമ്പോൾ ഭരണഘടനയുടെ ഭാഗമാകും. ഇവിടെ കാലതാമസത്തെ പറ്റി ഒരു ബില്ല് എത്ര കാലത്തിനുള്ളിൽ ഒപ്പിടണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം, അല്ലെങ്കിൽ പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. അത് ചില ഗവർണർമാർ പെട്ടെന്ന് ഒപ്പിടും, ചില ഗവർണർമാർ താമസിച്ചൊപ്പിടും. അപ്പോൾ അത് ചില ഗവർണർമാർ താമസിച്ച് ഒപ്പിടുന്നത് സുപ്രീം കോടതി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാർ അല്ല അതിന് ഉത്തരവാദി. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഗവർണർ ചെയ്യുന്ന പ്രവൃത്തിയെ മുകളിലുണ്ടാവുന്ന ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയാണ്. ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട. ഗവർണർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട. ഗവർണർ ചെയ്യുന്ന, കേന്ദ്രം പറഞ്ഞിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ സർക്കാരുകളെ പിരിച്ചുവിടുന്നതാണ്. അത് കേന്ദ്രം റിപ്പോർട്ട് ചോദിക്കും. അപ്പോൾ സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ടായി എന്നുള്ള ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അവിടെ രാഷ്ട്രപതി ഭരണം സർക്കാരിനെ പിരിച്ചുവിടാൻ ഒരു ശുപാർശ ചെയ്യും. അവിടെ ഒരു ഗവർണർ റിപ്പോർട്ട് വരുന്നുണ്ട്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു വിഷയത്തിലും കേന്ദ്ര സർക്കാരിന് ഒരു കമ്മ്യൂണിക്കേഷനും ഔദ്യോഗികമായി ഗവർണർ അയക്കുന്നില്ല. ആകെ അയക്കുന്നത് പ്രസിഡന്റിന് ഈ നിയമം അയച്ചു കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. അതും ക്യാബിനറ്റിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ അല്ല അയക്കുന്നത്, പ്രസിഡന്റിനാണ് അയക്കുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ നേരിട്ട് രാഷ്ട്രപതിക്കാണ്. ഗവർണർ കേന്ദ്ര സർക്കാരിന് കമ്മ്യൂണിക്കേഷൻ അയക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് സർക്കാരുകളെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. ഇപ്പോൾ ആ കോൺഗ്രസ്സുകാരെ കെട്ടിപ്പിടിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നത്. അപ്പോൾ ആ കോൺഗ്രസ്സുകാരൻ്റെ തോളയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇത് ഗവർണറുടെ സ്വതന്ത്ര അധികാരമാണ്. അതിൽ അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ കോടതിക്ക് അധികാരമുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പൊ ഇതൊക്കെ എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അങ്ങനെയാണെങ്കിൽ പലതും പറയാനുണ്ടാവും. അല്ല, ശ്രീ പത്മനാഭൻ, എന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളുടെ ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഒരു സമ്പ്രദായം, ഒരു രീതി ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം നടക്കുന്നത്? അല്ല, അതിന് കുറേ നിയമപരമായ തർക്കങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയും. ഇപ്പം തമിഴ്നാട്ടിലെ 7 ബില്ല്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബില്ല് വന്നല്ലോ. ഈ ബില്ല് പാസ്സായിട്ട് എന്താ കാര്യം? സുപ്രീം കോടതി പറഞ്ഞില്ലേ, ഇഫ് ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ UGC റെഗുലേഷൻസ് ആൻഡ് സ്റ്റേറ്റ് എനാക്റ്റഡ് ലോസ് ദെൻ ദ UGC റെഗുലേഷൻ വിൽ സ്റ്റാൻഡ്. അല്ലേ, ഡോക്ടർ ശ്രീജിത്ത് വേഴ്സസ് ഡോക്ടർ രാജശ്രീ കേസിൽ പറഞ്ഞില്ലേ. അപ്പോൾ തമിഴ്നാട് സർക്കാർ ഈ നിയമമൊക്കെ പാസ്സാക്കിയിട്ട് എന്താ കാര്യം? UGC റെഗുലേഷൻസിന് വിരുദ്ധമായ നിയമമാണ്, വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഏതാ നിലനിൽക്കുക? സുപ്രീം കോടതി തന്നെ പറഞ്ഞു UGC റെഗുലേഷൻസ് നിലനിൽക്കുക. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ലോ എന്ന് പറയുന്നത് UGC റെഗുലേഷൻസിനെതിരായി കൊണ്ടുവന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇനി നിലനിൽക്കില്ല, അതിന് നിയമസാധുതയില്ല. UGC റെഗുലേഷൻസ് ആണ് നിൽക്കുക. അത് സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ കൂടി അതാണ് നിൽക്കുക എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ. അപ്പോൾ ഈ ബഹളം പിന്നെ എന്തിനുണ്ടാക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞേ, ഗവർണർമാരുടെ ഭാഗത്തു നിന്നും
അനാവശ്യമായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഒരു അഭിപ്രായം കോടതിക്കുണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നു. അത് ഗവർണറും കോടതിയും തമ്മിലുള്ള പ്രശ്നം. കേന്ദ്ര സർക്കാരിന് അതിലെന്താ ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ ഇതിൽ ദൈനംദിന കാര്യത്തിൽ ഇടപെടുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെടട്ടെ. അതായത് ഇപ്പൊ തമിഴ്നാട്ടിൽ എന്തായിരുന്നു MK സ്റ്റാലിൻ പറഞ്ഞത്? അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിന് VC-യെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. അതല്ലെങ്കിൽ അത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല. അതായിരുന്നല്ലോ രവിയുമായിട്ടുണ്ടായിരുന്ന തർക്കത്തിന്റെ കാതൽ. പഞ്ചാബിലും സമാനമായ സാഹചര്യമായിരുന്നു. കാരണം ഈ കാർഷിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കമുണ്ടായതും പിന്നീട് കോടതിയിലെത്തിയതുമൊക്കെ. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ കോടതി പറഞ്ഞത് ഗവർണറുടെ വിവേചനാധികാരത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ ബില്ല് അനന്തമായി തടഞ്ഞു വെക്കുക, അതിൻ്റെ മേൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുക, അതിനെ കണ്ടില്ലെന്ന് നടിക്കുക, ഈ തരത്തിലുള്ള ഗവർണറുടെ നടപടികൾ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നല്ലേ കോടതി പറഞ്ഞത്. എന്നിട്ടും അത് തിരിച്ചടിയല്ല എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയല്ല. കാരണം ഈ കാര്യത്തിൽ ദൈനംദിന കൺസൾട്ടേഷൻ കേന്ദ്ര സർക്കാരും ഗവർണറും തമ്മിൽ നടക്കുന്നില്ല, നടത്തേണ്ട ആവശ്യവുമില്ല. ഇത് കേന്ദ്ര സർക്കാർ ഉപദേശിച്ചിട്ട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഇത് ഗവർണറുടെ സ്വന്തം അധികാരമാണ്. അത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കോടതിക്ക് തിരുത്താം. ഇപ്പോൾ പഴയ പോലെ ഇവിടെ പറഞ്ഞല്ലോ, പഴയ പോലെ SR ബൊമ്മ കേസിൽ വന്നതിന് ശേഷം സർക്കാരുകളെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ ചില നിബന്ധനകൾ വന്നു. ആ നിബന്ധന ആദ്യം നടപ്പിലാക്കിയത് എവിടെ അറിയോ? ഈ കമ്മ്യൂണിസ്റ്റുകാർ കൂടി കൈയടിച്ചിട്ട് കൊണ്ടുവന്നൊരു സർക്കാരുണ്ട്, IK ഗുജറാൾ സർക്കാർ. ഈ CPM പിന്തുണച്ച IK ഗുജറാൾ സർക്കാർ ആരോടും ചോദിക്കാണ്ട് ഒരു ദിവസം രാവിലെ ഉത്തർപ്രദേശ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. ഓർമ്മയുണ്ടോ? കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. അന്ന് ഈ കടലാസ് കൊണ്ടുപോയി ആരെടുത്ത്? KR നാരായണൻ, രാഷ്ട്രപതി KR നാരായണൻ്റെ അടുത്ത്. KR നാരായണൻ കോറി എഴുതി, I want to know whether this decision has been taken in accordance with the directives laid down by the Honorable Supreme Court in SR ബൊമ്മ case. ഈ കമ്മ്യൂണിസ്റ്റുകാർ കൂടി ഒപ്പിട്ട് കൊടുത്തതാ, പാസ്സാക്കി കൊടുത്ത, ജയിപ്പിച്ച, ഭരിക്കാൻ അനുവാദം കൊടുത്ത IK ഗുജറാൾ സർക്കാരാ. അപ്പോൾ SR ബൊമ്മ കേസിലെ വിധി വന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതു മുന്നണി അടക്കം പിന്തുണച്ച IK ഗുജറാൾ ഗവൺമെന്റ് SR ബൊമ്മയിലെ സുപ്രീം കോടതിയിലെ വിധികൾ, ചരിത്ര വിധി, അത് ലംഘിച്ചിട്ട് ഈ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാൻ കടലാസ് കൊടുത്തയച്ചപ്പോൾ KR നാരായണൻ തിരിച്ചയച്ചു. എന്നിട്ട് എന്താക്കി? ആ തീരുമാനം മരവിപ്പിച്ചു. അപ്പോൾ ഒരു ഉത്തരവ് ഇനി വന്നു. ഇനി മേലിൽ ഇത് ലംഘിച്ചാൽ നമുക്ക് സംസാരിക്കാം. ഒരു ഉത്തരവ് വന്നിരിക്കുന്നു, കാലതാമസം ഫിക്സ് ചെയ്തിരിക്കുന്നു 3 മാസം. ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സാങ്ഷൻ വേണം. സാങ്ഷൻ അപേക്ഷിച്ചാൽ ഒരു ഉത്തരവ് വരില്ല. അപ്പോഴാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അത് ഒരു 4 മാസം കഴിഞ്ഞാൽ സാങ്ഷൻ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ സാങ്ഷൻ കൊടുത്ത പോലെയായി കണക്കാക്കാം, കേസ് ഫയലാക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു നിശ്ചയം വന്നല്ലോ, ഇനി ഇത് ലംഘിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. SR ബൊമ്മ കേസ് ലംഘിച്ചവരാണ് ഞങ്ങളെ കുറ്റം പറയുന്നത്. SR ബൊമ്മ കേസിലെ സുപ്രീം കോടതിയുടെ നിബന്ധനകളെ ലംഘിച്ചവരാണ്. ഇതിന് ഇപ്പോൾ ഒരു കാലാവധി നിശ്ചയിച്ചിരിക്കുന്നു. ആ കാലാവധി അനുസരിച്ച് മുന്നോട്ട് പോകാം, ഭാവിയിൽ നോക്കാം. അങ്ങനെ ആരെങ്കിലും ലംഘിച്ചാൽ അത് ഗുരുതരമായ തെറ്റാണ്. കാലാവധി നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല, അപ്പോൾ ചില ഗവർണർമാർ സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറി, അത് തെറ്റാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, അംഗീകരിക്കുന്നു. നമുക്ക് തർക്കമില്ലാത്ത കാര്യത്തിലും. ശരി.